നമ്മൾ ദിവസവും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ചില വാക്കുകൾ ഒരാളുടെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരും, ചിലതൊരാളുടെ ആത്മവിശ്വാസം ഉയർത്തും. പക്ഷെ ചില വാക്കുകൾക്ക് ഒരു ബന്ധത്തെ വരെ തകർക്കാൻ കഴിയും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞൊരു വാക്ക് കുറച്ച് സെക്കൻഡുകൾ മാത്രമേ എടുത്തിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അത് കേട്ട വ്യക്തിയുടെ മനസ്സിൽ വർഷങ്ങളോളം നിലനിൽക്കാം. അതുകൊണ്ടാണ് ഒരു പഴമൊഴി പറയുന്നത്, വാക്കുകൾക്ക് മുറിവേൽപ്പിക്കാനും മരുന്നാകാനും കഴിയുമെന്ന്. ഒരു കത്തി ഉപയോഗിച്ച് നമ്മൾക്ക് മറ്റൊരാളെ മുറിവേൽപ്പിക്കാനും കഴിയും, അതേ കത്തി ഉപയോഗിച്ച് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങളും ചെയ്യാൻ കഴിയും. നമ്മുടെ വാക്കുകളും അതുപോലെ തന്നെയാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരാളെ ഉയർത്താനും കഴിയും, അല്ലെങ്കിൽ തകർക്കാനും കഴിയും. നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ ദോഷം സൃഷ്ടിക്കുന്ന സംസാരത്തെ ബുദ്ധമതത്തിൽ അൺഹോൾസം സ്പീച്ചസ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള സംസാരം ഒഴിവാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബുദ്ധമതത്തിൽ പല പരാമർശങ്ങളും ഉണ്ട്. മതവിശ്വാസം ഏത് തന്നെ ആയാലും ഈ ആശയങ്ങളിൽ പലതും നമ്മുടെ റിലേഷൻഷിപ്സിനും മെൻ്റൽ പീസിനും വളരെ ആവശ്യമുള്ളതാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് പലപ്പോഴും നമ്മുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ജീവിതത്തിൽ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എപ്പോഴും വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട 4 തരത്തിലുള്ള സംസാര രീതികളെ കുറിച്ചാണ്. ഇവയിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ പലരും ഇവയിൽ ഒന്നെങ്കിലും ദിവസവും ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മളത് തിരിച്ചറിയാറില്ല. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം നമ്മുടെ ജീവിതം മാറ്റാൻ ചിലപ്പോൾ വലിയ തീരുമാനങ്ങളെക്കാൾ വലുത് നമ്മൾ പറയുന്ന വാക്കുകളിൽ അല്പം കൂടെ ശ്രദ്ധ കൊടുക്കുക എന്നതായിരിക്കാം. ഒന്നാമത്തെ കാര്യം, സ്റ്റേ അവേ ഫ്രം ലൈയിങ്. കള്ളം പറയുന്നത് ഒഴിവാക്കുക. കള്ളം പറയുന്നത് എപ്പോഴും വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ വരുന്നു, പക്ഷെ നമ്മൾ ഇപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോഴും പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ വളരെയധികം വേദനിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മിക്കപ്പോഴും നമ്മൾ കള്ളം പറയുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനാണ്. ചിലപ്പോൾ ശിക്ഷകൾ ഒഴിവാക്കാനായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഇമേജ് സംരക്ഷിക്കാനായിരിക്കാം. പക്ഷെ കള്ളം പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് ആ ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വാക്കുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യം മറയ്ക്കാൻ മറ്റൊരു കള്ളം പറയേണ്ടി വരും. പിന്നീട് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് ഓർത്ത് വെക്കേണ്ടി വരും. അങ്ങനെ മനസ്സിൽ ചെറിയൊരു മെൻ്റൽ ബേർഡൻ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഹോണസ്റ്റി എന്നത് മറ്റുള്ളവരോടുള്ള ഒരു ക്വാളിറ്റി മാത്രമല്ല, നമ്മുടെ സ്വന്തം മനസ്സിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കൂടിയാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ബന്ധത്തിൻ്റെ അടിത്തറയാണ്. അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയാലും ഫാമിലി റിലേഷൻഷിപ്പ് ആയാലും പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആയാലും വിശ്വാസം നഷ്ടപ്പെട്ടാൽ ആ ബന്ധം എന്തായാലും ദുർബലമാകും. ഒരാൾ ഒരിക്കൽ കള്ളം പറഞ്ഞുവെന്ന് നമുക്ക് മനസ്സിലായാൽ അടുത്ത തവണ അയാൾ സത്യം പറഞ്ഞാൽ പോലും നമ്മൾ അയാളെ സംശയിക്കും. അതാണ് കള്ളം പറയുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപകടം. അതുകൊണ്ട് സത്യം പറയുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ലായിരിക്കാം, എങ്കിൽ കൂടി സത്യസന്ധമായി സംസാരിക്കാൻ പഠിക്കുന്നത് നമ്മുടെ റിലേഷൻഷിപ്സിനെ കൂടുതൽ ശക്തമാക്കും. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, സത്യം പറയണം എന്ന പേരിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും ശരിയല്ല. സത്യം എങ്ങനെ പറയുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സത്യവും കരുണയും ചേരുന്നതാണ് ആരോഗ്യകരമായ സംസാരം. രണ്ടാമത്തെ കാര്യം, നോട്ട് ടു യൂസ് ഡിവിസീവ് സ്പീച്ച്. അതായത് മറ്റുള്ളവരെ തമ്മിൽ അകറ്റുന്ന സംസാരം ഒഴിവാക്കുക എന്നതാണ്. ഇത് ഗോസിപ്പിലും റൂമേഴ്സിലും വളരെ സാധാരണമാണ്. ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെ മനസ്സിൽ സംശയമുണ്ടാകുന്നു. പതുക്കെ ആ സംശയം ഒരു വിശ്വാസമില്ലാത്ത അവസ്ഥയായി ഡിസ്ട്രസ്റ്റായി മാറുന്നു. അവിടെ നിന്ന് പലപ്പോഴും കോൺഫ്ലിക്റ്റുകൾ തുടങ്ങും. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞത് സത്യമായിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഒരിക്കൽ പറഞ്ഞ വാക്ക് പുറത്തേക്ക് പോയാൽ അത് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. ഇതാണ് ഗോസിപ്പിൽ സംഭവിക്കുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, ഇത് ഞാൻ ആ വ്യക്തിയുടെ മുൻപിൽ വെച്ച് പറയുമോ എന്ന്. ഉത്തരമില്ല എന്നാണെങ്കിൽ ഒരുപക്ഷെ അത് പറയാതിരിക്കുന്നതാവും നല്ലത്. കാരണം മറ്റുള്ളവരുടെ ബന്ധങ്ങളിൽ ഡ്രാമ സൃഷ്ടിക്കുന്നത് വളരെ എളുപ്പമാണ്. ഒരു ബന്ധം തകർന്ന ശേഷം അത് ശരിയാക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. ഇത്തരം സംസാരത്തിന് പിന്നിൽ പലപ്പോഴും അസൂയയോ ദേഷ്യമോ ഇൻസെക്യൂരിറ്റിയോ ഒക്കെ ആവാം. മറ്റൊരാൾ വിജയിക്കുമ്പോൾ അവൾക്ക് ആരുടെയോ സപ്പോർട്ട് ഉള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതൊന്നും അയാൾ ഡിസേർവ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് മറ്റൊരാളുടെ ജീവിതത്തേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിനെ തന്നെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടൊരു ചെറിയ റൂൾ ഓർത്ത് വെക്കാം. മറ്റൊരാളുടെ അഭാവത്തിൽ പറയുന്ന വാക്കുകൾ അവരുടെ സാന്നിധ്യത്തിലും പറയാൻ കഴിയുമോ എന്നാലോചിക്കുക. കഴിയില്ലെങ്കിൽ അത് പറയുന്നതിന് മുൻപ് ഒരു നിമിഷം പോസ് ചെയ്യുക. നമ്മുടെ വാക്കുകൾ കൊണ്ട് 2 ആളുകളെ തമ്മിൽ അകറ്റുന്നതിന് പകരം 2 ആളുകളെ തമ്മിൽ മനസ്സിലാക്കാൻ സഹായിക്കാൻ ശ്രമിക്കാം. അതാണ് യഥാർത്ഥ ഇമോഷണൽ മച്യൂരിറ്റി. മൂന്നാമത്തേത് ഹാർഷ് സ്പീച്ചാണ്, അഥവാ പരുഷമായ സംസാരം. നിനക്കൊന്നും അറിയില്ല, നീ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്,
നിന്നെ കൊണ്ട് ഇതിനൊന്നും കൊള്ളില്ല. ഇത്തരം വാക്കുകൾ നമ്മൾ ചിലപ്പോൾ ദേഷ്യത്തിൽ പറഞ്ഞു പോകാം. പക്ഷെ ദേഷ്യം കുറച്ച് മിനിറ്റുകൾ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ പറഞ്ഞ വാക്കുകളുടെ ഇമ്പാക്റ്റ് അതിനേക്കാൾ ഏറെ കാലം നീണ്ടു നിൽക്കും. പ്രത്യേകിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ പറഞ്ഞ ഹാർഷ് വേർഡ്സ് ആവുമ്പോൾ വളരെ ആഴത്തിൽ അത് മനസ്സിലേക്ക് പതിയും. ഒരു കുട്ടിയോട് നിരന്തരം നിനക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ അവൻ വളർന്നപ്പോൾ പോലും ആ വാക്കുകൾ അവൻ്റെ സെൽഫ് ഇമേജിൻ്റെ ഭാഗമാകും. ഒരു സുഹൃത്തിനോട് നിരന്തരം കളിയാക്കിക്കൊണ്ടിരുന്നാൽ അവൻ പുറത്ത് ചിരിച്ചേക്കാം, പക്ഷെ ഉള്ളിൽ വേദനയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിൽ എങ്ങനെ കേൾക്കുന്നു എന്നുകൂടി ചിന്തിക്കണം. ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കേണ്ടി വന്നാൽ ആ വ്യക്തിയുടെ ക്യാരക്ടറിനെ അറ്റാക്ക് ചെയ്യാതെ ആ ബിഹേവിയറിനെ കുറിച്ച് സംസാരിക്കാം. നീ മോശമാണെന്ന് പറയുന്നതിന് പകരം നീ ഇപ്പോൾ ചെയ്ത കാര്യം ശരിയായില്ല എന്ന് പറയാം. ഇത് രണ്ടും ഒരുപോലെ തോന്നിയേക്കാം, പക്ഷെ മെസ്സേജ് വ്യത്യസ്തമാണ്. ഒന്ന് ആ വ്യക്തിയെ ആക്രമിക്കുന്നു, മറ്റൊന്ന് ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. ഇതാണ് ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ. നാലാമത്തെ കാര്യം അർത്ഥമില്ലാത്ത സംസാരമാണ്. പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ലാത്ത, അർത്ഥമില്ലാത്ത, അനാവശ്യമായ സംസാരങ്ങൾ. ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, സുഹൃത്തുക്കളുമായി സംസാരിക്കുക, ലൈറ്റ് ഹാർട്ടഡ് കോൺവെർസേഷൻസ് നടത്തുക, ഇവയെല്ലാം തെറ്റല്ല. നമ്മുടെ ജീവിതത്തിൽ ഫണ്ണും കാഷ്വൽ കോൺവെർസേഷനും ഒക്കെ തീർച്ചയായും ആവശ്യമുള്ളതാണ്. പക്ഷെ പ്രശ്നം എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ സമയം, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ മെൻ്റൽ എനർജി ഇതെല്ലാം അർത്ഥമില്ലാത്ത സംഭാഷണങ്ങൾക്കും ഗോസിപ്പിനും അൺനെസസറി ഡിസ്കഷൻസിനും വേണ്ടി മാത്രം പോകുമ്പോഴാണ്. നമ്മൾ പലപ്പോഴും ഫോൺ എടുത്തൊരു കോൺവെർസേഷൻ തുടങ്ങും. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടും അവസാനിക്കുന്നില്ല. മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫ്, സോഷ്യൽ മീഡിയ ഗോസിപ്പ്, അങ്ങനെ പലതും സംസാരിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ഫോൺ വെക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്താണ് ബാക്കിയുള്ളത്? ശാന്തിയോ സമാധാനമോ ഉണ്ടോ? അതോ കൂടുതൽ മെൻ്റൽ നോയ്സ് ആണോ? നമ്മുടെ ബ്രെയിൻ നിരന്തരം ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നൊരു സംവിധാനമാണ്. നമ്മൾ എന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നു, എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു, ഇതെല്ലാം നമ്മുടെ അറ്റൻഷനെ ബാധിക്കും. അതുകൊണ്ട് നമ്മുടെ കോൺവെർസേഷൻസിലും ബൗണ്ടറീസ് ആവശ്യമാണ്. എല്ലാ ഗോസിപ്പിലും പങ്കെടുക്കുന്നതിലോ, എല്ലാ ആർഗ്യുമെൻറ്റിലും ജയിക്കുന്നതോ, എല്ലാ മെസ്സേജിനും ഉടൻ റിപ്ലൈ കൊടുക്കേണ്ടതോ ആവശ്യമില്ല. സൈലൻസ് ഈസ് ഓൾസോ എ ഫോം ഓഫ് വിസ്ഡം. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക എന്നതല്ല ലക്ഷ്യം. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ക്വാളിറ്റി ഉയർത്തുക എന്നതാണ്. നമ്മുടെ വാക്കുകൾക്ക് ഇത്രയും ശക്തിയുണ്ടോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. നമ്മുടെ വാക്കുകൾക്ക് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും ചോദിച്ചേക്കാം. കാരണം വാക്കുകൾ വെറും ശബ്ദമല്ല, വാക്കുകൾ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യും. ഒരു കോംപ്ലിമെൻറ്റ് കേൾക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് പോലെ തന്നെ ഒരു ഇൻസൾട്ട് കേൾക്കുമ്പോൾ വേദനയും അനുഭവപ്പെടും. നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റൊരാളുടെ മനസ്സിൽ എന്താണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് കൂടി ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ തന്നെ മാറും. ഒരു 24 hour കോൺഷ്യസ് സ്പീച്ച് ചലഞ്ച് ചെയ്തു നോക്കാം. ആരെക്കുറിച്ചും ഗോസിപ്പ് ചെയ്യാതിരിക്കുക, അനാവശ്യമായി കംപ്ലൈൻറ്റ് ചെയ്യാതിരിക്കുക, ദേഷ്യത്തിൽ റിപ്ലൈ കൊടുക്കാതിരിക്കുക, കള്ളം പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക, ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുക, ഒരു സിൻസിയർ കോംപ്ലിമെൻറ്റ് നൽകുക, ചില സാഹചര്യങ്ങളിൽ നിശബ്ദരാകുക. 24 മണിക്കൂറിന് ശേഷം നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ കാമായി തോന്നിയേക്കാം, കൂടുതൽ കൺട്രോൾ ഉള്ളതായി തോന്നിയേക്കാം. കാരണം നമ്മൾ മാറ്റുന്നത് വെറും വാക്കുകളല്ല, നമ്മുടെ പ്രതികരണ രീതിയെ തന്നെയാണ്. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും കൺട്രോൾ തേടുന്നു. നമ്മുടെ കരിയർ, മണി, റിലേഷൻഷിപ്സ്, ഫ്യൂച്ചർ. പക്ഷെ വളരെ ശക്തമായൊരു കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്, നമ്മുടെ നാവിൻ്റെ കൺട്രോൾ. നമ്മൾ പറയുന്ന ഓരോ വാക്കും ഓരോ വിത്ത് പോലെയാണ്. ചില വാക്കുകൾ സ്നേഹം വളർത്തും, ചില വാക്കുകൾ വിശ്വാസം വളർത്തും, പക്ഷെ മറ്റു ചില വാക്കുകൾ സംശയവും വൈരാഗ്യവും വേദനയുമാണ് വളർത്തുന്നത്. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുൻപ് 1 മിനിറ്റ് ചിന്തിക്കുക. ഞാൻ പറയാൻ പോകുന്ന ഈ വാക്ക് ഈ ലോകത്ത് എന്താണ് സൃഷ്ടിക്കാൻ പോകുന്നത്? സമാധാനമോ, സ്നേഹമോ, വിശ്വാസമോ, അല്ലെങ്കിൽ വേദനയോ? നമ്മൾ പറയുന്ന ഓരോ വാക്കും മറ്റുള്ളവരുടെ ജീവിതത്തെ മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ സ്വന്തം ജീവിതത്തെയും മാറ്റാം. അതുകൊണ്ട് ഇന്നു മുതൽ കുറച്ച് സംസാരിക്കാമെന്നല്ല, കുറച്ച് കൂടുതൽ ബോധത്തോടെ, ശ്രദ്ധയോടെ സംസാരിക്കാം. കൂടുതൽ സത്യസന്ധമായി, കൂടുതൽ കരുണയോടെ, കൂടുതൽ അർത്ഥവത്തായി സംസാരിക്കാം. കാരണം നല്ല വാക്കുകൾ ഒരു മനുഷ്യനെ ഉയർത്തും. നല്ല സംസാരം ഒരു ബന്ധത്തെ രക്ഷിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിൽ മനസ്സിനെയും ജീവിതത്തെയും കൂടുതൽ ശക്തമാക്കുന്ന വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ സംസാരശീലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ശീലം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. പുതിയൊരാശയവുമായി വീണ്ടും കാണാം.
സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ പോസിറ്റീവ്.